ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഭാവികമായി ഞങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. എടാ തെണ്ടി സുരേഷ്, ഞങ്ങൾ അതിന്റെ ഔട്ട്പുട്ട് എന്നാണ് പിന്നെ ഞങ്ങൾ അറിയിക്കും. നിർത്തടാ. കാരണം ഞങ്ങൾക്ക് ചില എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കത്തല്ലോ. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. എന്തോ എങ്ങനെ അത് ജുഡീഷ്യൽ പവർ ഉള്ളതല്ല. നിങ്ങൾ എന്തരീ കാണിക്കണേ? ഞാനും കേരള ടുഡേയുടെ റിപ്പോർട്ടർ അല്ലേ? അത് ആരോപണം മാത്രമാണ്. അത് മാത്രമല്ല, ആരോപണം ഉന്നയിച്ചവരാരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. എന്നിട്ട് സാറ് മുങ്ങി. കാരണം ചില പ്രധാനമായി നിൽക്കുന്നവരെക്കാൾ അപ്പുറം ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാ. നീ വേഗം കാണിക്കേ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ WCCയുടെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട ആൾക്കാർ ആരും തന്നെ മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പൊ കണ്ടോ. അതിന് പ്രധാന നടി പറഞ്ഞു ഇവിടെ ലൈംഗിക പീഡനമില്ല. അപ്പൊ പറയാം അത് അതിശയിപ്പിച്ചെന്ന്. എന്ത് അതിശയിപ്പിച്ചു? ലൈംഗിക പീഡനം ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെ അതിശയിപ്പിക്കുന്നു? അപ്പൊ ലൈംഗിക പീഡനം ഉണ്ടെന്ന് പറയണോ? അതാണോ ശരി? അടിച്ചു നിന്റെ 32 പല്ലും കാരണം കൊന്ന് കാലിൽ താഴ്ത്തും. സിനിമയെ ഒന്നും ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ലോകത്തെല്ലാ മേഖലകളിലും പുഴുക്കുത്തുകളുണ്ട്, മോശപ്പെട്ട പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഒരു നിയമസഭാ മണ്ഡലത്തിൽ തന്നെ 5-6 പോലീസ് സ്റ്റേഷനുണ്ട്. അതുകൊണ്ട് കുറ്റകൃത്യം നടക്കുന്നില്ലേ? ഡോക്ടർമാരുടെ ഇടയിലില്ലേ? ഏറ്റവും കുറ്റകൃത്യം നടക്കാത്ത, ഇങ്ങനെയുള്ള ലൈംഗിക അപവാദം വരാത്ത മേഖല ഏതാണ്? ആത്മീയ മേഖലയാ. സിനിമയെ ഒന്നടങ്കം മോശക്കാരാക്കേണ്ട കാര്യമില്ല. സിനിമയിൽ വന്ന സ്ത്രീകളെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ കൊട്ടേഷൻ കൊടുത്തിരിക്കുക. എന്താ ഇൻവേർട്ടർ കോമലിട എന്താണ് സഹകരിക്കുന്നവർ? അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി. മലയാള സിനിമയിൽ അഭിനയിച്ചല്ല സഹകരിക്കുന്നവരാണോ? അത് ഇവിടുത്തെ സ്ത്രീകളോടുള്ള അപമാനമല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? 100% ഞാൻ യോജിക്കുന്നു. മലയാള സിനിമയിൽ പ്രശ്നമില്ലെന്ന് ആര് പറഞ്ഞു? അങ്ങനെ കാണുമെന്ന് ചില ഞരമ്പ് രോഗികൾ കാണും മലയാള സിനിമയിൽ. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അവര് ചെയ്ത പാപങ്ങളെല്ലാം പേരാ ഞങ്ങൾക്ക് സൗദിയില്ലല്ലോ. ഇവിടെ തറവാടികളല്ലേ ഇരിക്കുന്നത്. സിനിമ പ്രൊഡ്യൂസർമാരും തിയേറ്ററുകാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തറവാടികളല്ലേ? ഇതിനകത്ത് ആരാ സാമൂഹിക വിരുദ്ധമുള്ള? പറ. ഏതെങ്കിലും പെറ്റിക്കേസിൽപ്പെട്ട ലോൺ അടയ്ക്കാൻ മാസം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ മാഫിയ. നീ ഇപ്പൊ ചൂടാവുന്നുണ്ട്. പോലീസുകാരുടെ ഇല്ലേ? രാഷ്ട്രീയക്കാർ കുറ്റത്തോട് കുറ്റമാ. എടാ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെ. രാഷ്ട്രീയ മേഖലയിൽ തെറ്റ് ചെയ്യുന്നവരില്ലേ? അതുകൊണ്ട് ആ രാഷ്ട്രീയ മേഖല മൊത്തം മോശക്കാരാണ്. അങ്ങനെ പറയാൻ പറ്റൂല. ഒരാൾ ചെയ്യുന്ന തെറ്റിന് മറ്റുള്ളവരെ ഒന്നടങ്കം ഒരു ഇൻഡസ്ട്രിയെ മോശമാക്കേണ്ട കാര്യമില്ല. ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നല്ലേ? ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് മലയാള സിനിമയ്ക്ക് ഗുണകരമായ മാറ്റം ചെയ്യണമെന്ന് നിങ്ങൾ എന്തേ പറയാഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ പലർക്കും മതി. ഞങ്ങളുടെ മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവരെ തുറന്നു കാണിച്ചാൽ അപ്പൊ ഞങ്ങൾ ശിക്ഷിക്കും. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? കംപ്ലൈന്റ് ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കുന്നേ? എന്തോ എങ്ങനെ മലയാള സിനിമ ഇങ്ങനെ വഴിയിലിട്ട് തല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മാന്യന്മാരൊന്നും മറ്റുള്ളവരൊന്നും മാന്യന്മാരല്ല. അത് മനസ്സിലല്ലേ? ഓരോന്റെ കയ്യില് ചട്ടി നടന്നിട്ട് മറ്റുള്ളവരെ മന്ദാന്ന് വിളിക്കുന്ന പരിപാടി നിർത്തിയത് എല്ലാ മേഖലയും നല്ലതല്ലേ? അപ്പൊ നിങ്ങൾ വേണേ പച്ചയ്ക്കാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ മേഖലയിൽ പല ചാനലുകളിലും മാറി പറഞ്ഞു പോയതിന്റെ കാരണം എന്താ? ലൈംഗിക പീഡനം. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ അതെന്താ പറയാത്ത? പച്ചയ്ക്കാൻ പറയും. അതുകൊണ്ട് ഇതൊന്നും പറയണ്ട. ഞങ്ങളുടെ മേഖലയിൽ ആരെങ്കിലും ഉണ്ട് അവരെ ഞങ്ങൾ കണ്ടുപിടിച്ചാൽ അവരെ വെളിയിലോട്ട് ഞങ്ങൾ ആക്കും. പക്ഷെ കണ്ടുപിടിക്കണം. അയാളൊരു പ്രശ്നക്കാരനാ. എന്ത് പ്രശ്നം? അയാൾക്ക് മുഴുവൻ പ്രാന്താ. ഹേമ കമ്മിറ്റി ദുരൂഹമാണ്. ഹേമ കമ്മിറ്റിയിലെ ഈ പറഞ്ഞ പരാതി കൊടുത്തവര് ശരിയായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെന്ന് സംശയമുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ കാണാം. See you. Bye.